നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ആദ്യ സംഘം വിദ്യാർത്ഥികൾ തൃശൂരിലെത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ആദ്യ സംഘം വിദ്യാർത്ഥികൾ തൃശൂരിലെത്തി. ദേശീയപാത 66 ചന്ദ്രാപ്പിനി 17-ാം കല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം. വലപ്പാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണയോടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ബിജെപിക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ആദ്യ സംഘം വിദ്യാർത്ഥികൾ തൃശൂരിലെത്തി. തിരുവനന്തപുരം ആറ്റിങ്ങൽ KTCT HSSലെ വിദ്യാർത്ഥികളാണ് തൃശൂരിലെത്തിയത്. മന്ത്രിമാർ, MLA, മേയർ, കളക്ടർ എന്നിവർ ചേർന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഗംഭീര സ്വീകരണമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്കുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് വലപ്പാട് ഉപജില്ലയിലെ വലപ്പാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. വലപ്പാട് കോതകുളം സെന്ററിൽ നിന്ന് കലാരൂപങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെയും അകമ്പടിയോടെ സ്വർണ്ണക്കപ്പിനെ സ്കൂളിൽ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ, വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയും, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, AO അമ്പിളി, KV, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, സ്കൂൾ പ്രിൻസിപ്പൽ സാവിത്രി PS എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, അധ്യാപകർ, PTA അംഗങ്ങൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി നൂറുകണക്കിന് പേർ പരിപാടിയിൽ പങ്കെടുത്തു. തൃപ്പയാർ SNDP UP സ്കൂളിലെ കുട്ടികളും ഘോഷയാത്രയ്ക്ക് സ്കൂളിന് മുൻപിൽ പ്ലക്കാർഡുകൾ ഏന്തി പൂക്കൾ വിതറി സ്വീകരണമൊരുക്കി. വളരെ അഭിമാനത്തോടു കൂടിയാണ് നമുക്കിത് കാണാൻ കഴിയുക. കാരണം നമ്മളെ മറ്റുള്ളവരിൽ വ്യത്യസ്തമായി നമ്മുടെ പ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ മണപ്പുറം പ്രദേശമാണ്. ഈ മണപ്പുറം പേര് കേട്ടതിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അംഗീകാരത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ നമ്മളെല്ലാം സന്തോഷിച്ചിരുന്ന ഇപ്പം നമ്മുടെ അധ്യക്ഷൻ ചില കാര്യങ്ങൾ പറയേണ്ടായി. നമുക്ക് അഭിമാനിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള കുട്ടികളെ പോലെ, അധ്യാപകരെ പോലെ, രക്ഷിതാക്കളെ പോലെ ഞാനും അതിൽ അഭിമാനം കൊള്ളുകയാണ്. ദേശീയപാത 66 ചന്ദ്രാപ്പിനി 17-ാം കല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. പെരിങ്ങോട്ടുര സ്വദേശി 22 വയസ്സുള്ള റാഷിദിനാണ് പരിക്കേറ്റത്. ഇയാളെ ചന്ദ്രാപ്പിനിയിലെ MHM ആംബുലൻസ് പ്രവർത്തകർ ചന്ദ്രാപ്പിനിയിലെ അൽ ഇക്ബാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 9:45 അപകടം. വടക്ക് ഭാഗത്തു നിന്നും വന്നിരുന്ന കാറും എതിരെ വന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. വലപ്പാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണയോടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ബിജെപിക്ക്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്യാതെ മാറി നിന്നതോടെയാണ് 5 സീറ്റ് മാത്രം നേടിയ ബിജെപിക്ക് ചെയർമാൻ സ്ഥാനം ലഭിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെ ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് കോൺഗ്രസ് അംഗങ്ങൾ ബിജെപിയെ പിന്തുണച്ചതെന്നും കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നും സംസ്ഥാനത്തൊട്ടാകെയുള്ള കോൺലീഗ്
BJP സഖ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് വലപ്പാട് പഞ്ചായത്തിൽ കാണുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ പറഞ്ഞു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പും അതിൻ്റെ ചെയർമാൻ തെരഞ്ഞെടുപ്പും പൂർത്തീകരിക്കുകയാണ്. ഇവിടുത്തെ ഒരു കക്ഷിബലം എന്ന് പറയുന്നത് LDFന് 9 സീറ്റും UDFന് 8 സീറ്റും BJP NDAക്ക് 5 സീറ്റുമാണ് ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 4 വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഒരെണ്ണം മാത്രമേ LDFന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നുള്ളൂ. ഇവിടെ BJPക്ക് 5 സീറ്റാണ് ലഭിച്ചിട്ടുള്ളത്. 22-ൽ 5 സീറ്റ് മാത്രം ലഭിച്ച BJPക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി UDFൻ്റെ ഒത്താശയോടെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ജനങ്ങളുടെ മാൻഡേറ്റ് ഇല്ലാത്ത 5 സീറ്റ് മാത്രം ലഭിച്ച BJP ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവർക്ക് കിട്ടിയെങ്കിൽ അതിൽ നിന്ന് പുറത്തു വന്നത് നമ്മുടെ സംസ്ഥാനത്തുടനീളം നമ്മൾ കണ്ടുവരുന്ന കോൺഗ്രസ് ലീഗ് BJP സഖ്യം, അതായത് കോലീബി സഖ്യം നമ്മുടെ വലപ്പാട് പഞ്ചായത്തിൽ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ഒരു നെറികെട്ട രാഷ്ട്രീയ സംഭവമായി കാണേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർ ഈ രീതിയിൽ BJPക്ക് വേണ്ടി ഒത്താശ ചെയ്ത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സംഘടിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം LDFന് കിട്ടേണ്ടിയിരുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടാതിരിക്കാനായിട്ടുള്ള ഗൂഢാലോചന നടത്തി ഈ കോലിബി സഖ്യം ഒന്നുചേർന്ന് കളിക്കുകയായിരുന്നു വലപ്പാട് പഞ്ചായത്തിൽ. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്കിടയിൽ വന്നിട്ടുള്ള അന്തഛിദ്രം, അവർക്കിടയിൽ വന്ന തർക്കങ്ങളൊക്കെ തന്നെ മറനീക്കി പുറത്തു വന്നിട്ടു. വരാൻ പോകുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. CPMനെ തോൽപ്പിക്കാൻ BJPക്ക് വോട്ട് ചെയ്യണമെന്ന കോൺഗ്രസ് യോഗത്തിലെ ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് ധാരണയുണ്ടാക്കിയെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരുന്നത്. DCC സെക്രട്ടറിയാണ് CPMനെ തോൽപ്പിക്കാൻ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത്. രഹസ്യധാരണയ്ക്ക് മുൻ യുവജന നേതാവിന്റെ വലിയ പിന്തുണയുണ്ടായതായി പറയുന്നുണ്ട്. യോഗത്തിൽ തർക്കവും ഉണ്ടായിരുന്നു. BJPക്ക് വോട്ട് ചെയ്താൽ രാഷ്ട്രീയമായി നമുക്ക് എന്തു ഗുണമെന്ന് ഒരു വനിതാ അംഗം ചോദിക്കുന്നുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJPയുമായി കൂട്ടുചേർന്ന് നേടിയെടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചതായും പരാതിയുണ്ടായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ CPMലെ ഷജിത് PS-ഉം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ കോൺഗ്രസിലെ സുമേഷ് പണാട്ടിലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ BJPയിലെ രശ്മി ഷിജോയും തെരഞ്ഞെടുക്കപ്പെട്ടു. AKPA കൊടുങ്ങല്ലൂർ മേഖലാ ഭാരവാഹികൾ കയ്പമംഗലം നിയോജക മണ്ഡലം MLA ടൈസൺ മാസ്റ്റർക്ക് നിവേദനം നൽകി. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖലയിൽ തൊഴിൽ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ഈ രംഗത്തെ അനധികൃത കടന്നുകയറ്റം തടയുന്നതിനും അടിയന്തരമായി സർക്കാർ ഇടപെടലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് AKPA സംഘടന സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലം MLA-മാർക്ക് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല ഭാരവാഹികൾ കയ്പമംഗലം നിയോജക മണ്ഡലം MLA ടൈസൺ മാസ്റ്റർക്ക് നിവേദനം നൽകി. മേഖലാ പ്രസിഡന്റ് KR സത്യൻ, സെക്രട്ടറി സുരേഷ് കണ്ണൻ, ട്രഷറർ AS ജയപ്രസാദ്, ജോയിന്റ് സെക്രട്ടറി അജിത് ഗോപാൽ, സുനിൽ K മാണിസ് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. അനുഭാവപൂർവ്വം അടിയന്തരമായി ഇടപെടലുകൾ ഉണ്ടാക്കുമെന്ന് ടൈസൺ മാസ്റ്റർ മറുപടി പറഞ്ഞു. പെരുങ്ങോട്ടുകര കാഞ്ഞിരച്ചൂട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരത്തിങ്കൾ മഹോത്സവത്തോടനുബന്ധിച്ച് പറപ്പുറപ്പാട് ആരംഭിച്ചു. ജനുവരി 19-നാണ് മകരത്തിങ്കൾ മഹോത്സവം. വടക്കുമുറി പടിഞ്ഞാറ്, വടക്കുമുറി മധ്യം, താന്യം തെക്ക്, താന്യം വടക്ക്, പൈലൂർ, ചാഴൂർ, അന്തിക്കാട് എന്നീ 7 ദേശ കമ്മിറ്റിക്കാരും സെൻട്രൽ കമ്മിറ്റിക്കാരുടെയും നേതൃത്വത്തിലാണ് മകരത്തിങ്കൾ മഹോത്സവം ആഘോഷിക്കുന്നത്. പ്രസിഡന്റ് കൊട്ടാരത്തിൽ മണികണ്ഠൻ, സെക്രട്ടറി വടക്കുംതുള്ളി ഉണ്ണികൃഷ്ണൻ, ട്രഷറർ തട്ടാരമ്പുരക്കിൽ രജീഷ് എന്നിവർ നേതൃത്വം നൽകും. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത്
ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ സക്കറിയ അധ്യക്ഷനായി. കൃഷി ഓഫീസർ സബീന പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസാമോൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ആരോഗ്യോദ്യമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ VC വിനോദ്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കർഷകർക്ക് 5 ഇനം പച്ചക്കറി തൈകളും ജൈവവളവുമാണ് വിതരണം ചെയ്തത്. പച്ചക്കറി കൃഷി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിലുപരി തന്നെ നമ്മൾ ഇതിലൂടെ വരുന്ന കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ എക്കോ ഷോപ്പിലും മറ്റുള്ള ഭാഗങ്ങളിലേക്കും ഇത് നമുക്ക് കൊണ്ടുകൊടുക്കാനായിട്ടുള്ളൊരു സംവിധാനം കൂടി നിങ്ങൾ ചെയ്യണം. നല്ല രീതിയിൽ ഇത് പ്രവർത്തിച്ച് നല്ലൊരു JLG ഗ്രൂപ്പുകൾക്കുണ്ടല്ലോ, JLG ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ JLG ഗ്രൂപ്പുകൾ എടുത്തിട്ടുണ്ട്. 5 പേരടങ്ങുന്ന ഈ JLG ഗ്രൂപ്പുകളും നല്ല രീതിയിൽ ഈ കൃഷി ആവശ്യത്തിനും അതുപോലെ തന്നെ വീട്ടിലേക്കുമുള്ള ആവശ്യത്തിനുള്ള എല്ലാ ഫലങ്ങളും ഇതിൽ ഈ 5 തരമുള്ള കൃഷി തൈകളിൽ നിന്ന് ലഭിക്കുന്ന ഇത് എല്ലാവരിലേക്കും വ്യാപിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് തൃശൂർ, പാലക്കാട് റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന ലയൺസ് ഡിസ്ട്രിക്ട് 318D ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം ആടാപ്പാടം വലപ്പാട് ബീച്ചിൽ അരങ്ങേറി. ലയൺസ് ഫാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടറും മണപ്പുറം മാനേജിംഗ് ഡയറക്ടറുമായ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K വാര്യർ, ഗ്ലോബൽ എക്സ്റ്റൻഷൻ ടീം ചെയർമാൻ സാജു പത്താടൻ, കേരള മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില, സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ്, പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർമാരെ പ്രതിനിധീകരിച്ച് ED ദീപക്, ക്യാബിനറ്റ് സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ PM മുരളീധരൻ, ക്യാബിനറ്റ് സെക്രട്ടറി ഇംപ്ലിമെന്റേഷൻ T ശ്രീധരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. അന്തർദേശീയ തലത്തിൽ സേവന മേഖലയിൽ ലയൺസ് ഡിസ്ട്രിക്ട് 318D 3ാം സ്ഥാനം നേടിയതിന് ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ, ഓർത്തോഡെന്റിക്സിൽ ഡെന്റോ ഫേഷ്യൽ ഓർത്തോപീഡിക്സിൽ നാഷണൽ ടോപ്പർ പൊസിഷൻ കരസ്ഥമാക്കിയ മുൻ ഡിസ്ട്രിക്ട് ലിയോ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ അമൽ ഗ്രേസ് ആന്റണി എന്നിവരെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ നിന്നായി 1000-ലധികം ലയൺസ് കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. A ആന്റണി, K പാപ്പച്ചൻ, രാധിക ജയകൃഷ്ണൻ, ആനി ജോസഫ്, നിർമ്മല മുരളീധരൻ, രാജീവ് മധു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഇന്നത്തെ ഒരു വലിയ വൈബാണ്. ഇന്ന് വേറെ ഒന്നുമില്ല. ഇന്ന് ഇത് കഴിഞ്ഞാൽ ഒരു കരോൾ സോങ്, ദെൻ ഒരു ഡാൻസ്, അത് കഴിഞ്ഞാൽ നേരെ DJ സ്റ്റാർട്ട് ചെയ്താൽ നോൺ സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞാൽ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യും. എന്തായാലും 9 മണി, പിന്നെ നമ്മുടെ എനർജി ലെവൽ നോക്കിയിട്ട് വേണമെങ്കിൽ 9:30ക്ക് എത്തിക്കാം. അല്ലാതെ വേറെ ഒന്നുമില്ല. എന്തായാലും നമ്മുടെ ഡിസ്ട്രിക്ട് അതിഗംഭീരമായി പോകുന്നു. ലോകത്ത് 3ാം സ്ഥാനത്താണ്. അതൊന്നും ഞാനിവിടെ കൂടുതൽ പ്രതിപാദിക്കുന്നില്ല. ഇന്ന് ഈ വലപ്പാട് എന്ന ഈ ഗ്രാമത്തിൽ 4 ലയൺസ് ക്ലബ്ബുകൾ ആണുള്ളത് അല്ലേ. 4ാമത്തെ വരുന്നു. അടുത്ത വർഷം സുരേഷ് വാര്യർക്ക് പറഞ്ഞു എനിക്കും ഒരു ക്ലബ്ബ് വേണം വലപ്പാട്. അഷ്റഫ് പറഞ്ഞു എനിക്ക് 2 ക്ലബ്ബ് വേണം. അപ്പോൾ വലപ്പാട് ഇത്രയും ഇങ്ങനെ ക്ലബ്ബ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭാവിയിൽ ഒരു ഡിസ്ട്രിക്റ്റ് ആവാനുള്ള ഒരു സ്കോപ്പിലേക്ക് വലപ്പാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമം. എന്തായാലും ഇന്ന് നമ്മൾ ആഘോഷത്തിൻ്റെ ദിവസമാണ്. ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് അല്ലേ. കഴിഞ്ഞ വർഷം നമ്മളൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ലോകം കടന്നു പോകുമ്പോഴും ഞാനതിനെപ്പറ്റി ദീർഘിപ്പിച്ച് പറയുന്നില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ശക്തി തെളിയിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞൊരു വർഷമാണ്. എന്തായാലും ഈ വർഷം തുടങ്ങുമ്പോഴും അല്ലേ, ഒരു രാജ്യത്തെ പിടിച്ചെടുക്കുന്നു, 2ാമത്തെ രാജ്യം ആ രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, വേറെ ഒരു ഭാഗത്ത് യുദ്ധം തുടങ്ങാനുള്ള സാധ്യത, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡാർക്ക് ക്ലൗഡ്സ് ഉള്ള ഈ സമയത്തും നമ്മുടെ ഇന്ത്യയുടെ വളർച്ച, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ച ഒക്കെ നന്നായിട്ട് പോകുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാനൊരുങ്ങി തൃശൂർ. ഉച്ചയ്ക്ക് പാൽകാച്ചൽ ചടങ്ങ് നടന്നു. കലോത്സവത്തിനുള്ള എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജ് ദേശ്മുഖ് പറഞ്ഞു. തൃശൂർ സിറ്റി 11 സോണുകളായി തിരിച്ച് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. 1200ഓളം പോലീസുകാരെ നിയോഗിക്കും. 300-ലധികം വനിതാ പോലീസും ഉണ്ടാകും. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കും ഉണ്ടാകും.
ചാലക്കുടിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. തിങ്കളാഴ്ച രാവിലെ 5 പേർക്ക് കടിയേറ്റു. ഇതോടെ 3 ദിവസത്തിനുള്ളിൽ ചാലക്കുടി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമായി തെരുവുനായകൾ ആക്രമിച്ചവരുടെ എണ്ണം 16ആയി. മലപ്പുറം സ്വദേശി അജ്മൽ, അതിഥി തൊഴിലാളികളായ ജാഫർ, പെരിസ്വാമി, കോഴിക്കോട് സ്വദേശി അരുൺ, ചാലക്കുടി സ്വദേശി തിലകൻ എന്നിവർക്കാണ് കടിയേറ്റത്. പ്രതിഷേധം ശക്തമായതോടെ പ്രതിരോധ നടപടികളുമായി നഗരസഭ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നഗരസഭ ഏർപ്പെടുത്തിയ ഡോഗ് സ്ക്വാഡ് സംഘം 5 നായകളെ പിടികൂടി. എടവിലം പഞ്ചായത്തിലെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. BJP അംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സുജിത്ത് സത്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വിനീത രമേശ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ KA അഫ്സാദ് എന്നിവരാണ് ചെയർപേഴ്സൺമാർ. നിർമ്മാണം പൂർത്തിയാകാത്ത കനയിൽ വീണ് വയോധികൻ ഗുരുതരപ്പരുക്ക്. ഞായറാഴ്ച രാത്രി ഇരിങ്ങാലക്കുട ദനഹ തിരുനാൾ വെടിക്കെട്ടിനു ശേഷമാണ് അപകടം. ഗാന്ധിനഗർ സ്വദേശി കണ്ടഞ്ചേരത്ത് സുകുമാര മേനോനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്കിക്കവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. നാഗക്കാവിലെയും രക്ഷസ്തറയിലെയും 4 നിലവിളക്കുകൾ മോഷണം പോയി. നിത്യവും വൈകിട്ട് ഭണ്ഡാരം തുറക്കുന്നതിനാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ല. ചുറ്റമ്പലത്തിന്റെ ഓട് പൊളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്ഷേത്ര മേൽശാന്തി നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെട്ടുക്കാവ് പാലത്തിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മേലൂർ മുള്ളൻപാറ മരങ്ങോട്ടുപറമ്പിൽ ശ്രീധരന്റെ മകൻ 36 വയസ്സുള്ള വിമൽകുമാറാണ് മരിച്ചത്. അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തി യുവാവ് അച്ഛനുമായി മൽപ്പിടുത്തമുണ്ടായിരുന്നു. ഇതിനിടെ ശശിധരന്റെ തലയ്ക്ക് മുറിവേൽക്കുകയും ചെയ്തു. തുടർന്നാണ് വിമൽകുമാർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. രാത്രി 9:30 മണിയോടെ ചാലക്കുടി പുഴയുടെ വെട്ടുകടവ് പാലത്തിൽ നിന്നും താഴേക്ക് ചാടാൻ ശ്രമിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന 2 യുവാക്കൾ ഇയാളെ ബലമായി പിടിച്ചു നിർത്തിയെങ്കിലും കുതറി മാറിയാണ് പുഴയിലേക്ക് ചാടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ആദ്യ സംഘം വിദ്യാർത്ഥികൾ തൃശൂരിലെത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ആദ്യ സംഘം വിദ്യാർത്ഥികൾ തൃശൂരിലെത്തി. ദേശീയപാത 66 ചന്ദ്രാപ്പിനി 17-ാം തലത്തിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം. വലപ്പാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണയോടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം BJPക്ക്. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.